എല്ലാവർക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് സെക്കൻഡ് മൊഡ്യൂളിലെ ഷിയർ ഫോഴ്സിനെ കുറിച്ചും ബെൻഡിങ് മൊമെൻറ്റിനെ കുറിച്ചും നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കാൻലിവർ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാൻലിവർ ബീമിൻ്റെ കേസാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാൻലിവർ ബീമിൽ പോയിൻ്റ് ലോഡുകൾ വരുന്ന കേസാണ്. നമ്മളിതിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നമുക്കിനി സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആദ്യം വായിച്ച് നോക്കാം. ഓക്കെ, ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രംസ് ഓഫ് എ കാൻഡിലിവർ ബീം ഓഫ് സ്പാൻ 1.5 meter carrying point loads as shown in figure. ഓക്കെ, അപ്പോൾ ഫിഗറിൽ കാണുന്ന പോലെ ഒരു കാൻലിവർ ബീമിൽ പോയിൻ്റ് ലോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ച് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു കേസിൽ വരുന്ന SFDയും BMDയും നമ്മൾ വരയ്ക്കണം, അല്ലെ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം, അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. നമുക്ക് സാധാരണ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് 7 മാർക്കിനൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഫിഗർ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പേപ്പറിലേക്ക് മാറ്റി വരയ്ക്കാം. ശേഷം നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും, അല്ലേ? ഇത് കാൻലിവർ ബീമാണ്. ഇത് കാൻലിവർ ബീം നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇതിവിടെ നമ്മൾ സാധാരണ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു എൻഡ് ഫ്രീ എൻഡാണ്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഫ്രീ എൻഡിലും അതുപോലെ ഒരു 0.5 മീറ്റർ മാറിയിട്ടും 1.5 kN 2 kN ലോഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് അതിലെ ഓരോ പോയിന്റുകൾ നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു ലൈന് ജസ്റ്റ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ഒരു പോയിൻ്റ് ലോഡ് വരുന്ന ആ ഒരു ലൈന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഇവിടെ പോയിൻ്റ് വരുന്ന ഈ ഒരു പോയിൻറ്റും നമ്മൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ഓരോ പോയിന്റിലുള്ള ഷിയർ ഫോഴ്സുകളും ബെൻഡിങ് മൊമെൻറ്റും നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണം എന്ത് ചെയ്യാം, ഇവിടെ ഓരോ പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ പോയിൻറ്റിന് ഈ ഒരു പോയിൻ്റ് A എന്ന് കൊടുക്കാം, ഈ ഒരു പോയിൻ്റ് ലോഡ് വരുന്ന പോയിൻ്റ് B എന്ന് കൊടുക്കാം, ഈ ഒരു പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ C എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ABC എന്ന് പറഞ്ഞ 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണം, ഫസ്റ്റ് ഷിയർ ഫോഴ്സ് അറ്റ് C നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഷിയർ ഫോഴ്സ് അറ്റ് C, അല്ലേ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഷിയർ ഫോഴ്സ് അറ്റ് C ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു സെക്ഷൻ ലൈൻ വരച്ചാൽ മതി, അല്ലേ? ഈ ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മാറിയിട്ട് സൈഡിൽ നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു സെക്ഷൻ ലൈൻ വരയ്ക്കാം. ഒരു XX എന്ന് പറയുന്ന സെക്ഷൻ ലൈൻ വരച്ചാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ റൈറ്റിൽ വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ഇവിടെ ആകെ ഒരു ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഏതാണ് ആ ഫോഴ്സ്, അല്ലെങ്കിൽ ഏതാണ് ആ ലോഡ്? 1.5 kN മാത്രമേ അവിടെ ഒരു ലോഡ് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ അവിടെ ഉള്ള ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറയുന്നതായിരിക്കും ഈ പറയുന്ന 1.5 kN ആയിരിക്കും ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വലിയ സംശയമുള്ള കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് B കാണാം. ഷിയർ ഫോഴ്സ് അറ്റ് B നമ്മൾ എന്ത് ചെയ്യാം, B എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെയാണ് വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളിവിടെ ഒരു സെക്ഷൻ ലൈൻ വരയ്ക്കുക. XX എന്ന് പറയുന്ന സെക്ഷൻ ലൈൻ നമ്മൾ അവിടെ വരയ്ക്കാം. ഇനി എന്ത് ചെയ്യാം, റൈറ്റിൽ വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റൈറ്റിൽ വരുന്ന ഫോഴ്സുകൾ 2 kN 1.5 kN വരുന്നപ്പോൾ നമുക്ക് പറയാൻ പറ്റും രണ്ടും ഡൗൺവാർഡ് ഫോഴ്സുകളാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും നമ്മൾ ജസ്റ്റ് സം ചെയ്താൽ മതി, അല്ലേ? 2 + 1.5 നമുക്ക് എന്ത് കിട്ടും, അല്ലേ? 2 + 1.5 നമുക്ക് കൂട്ടുക, എത്ര കിട്ടും നമുക്ക്? 3.5 kN കിട്ടും. അപ്പോൾ അതിലും വലിയ സംശയങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബേസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് സിയും ഷിയർ ഫോഴ്സ് അറ്റ് ബിയും നമുക്ക് കിട്ടി. എന്ത് ചെയ്യാം, നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് എ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഷിയർ ഫോഴ്സ് അറ്റ് എ. നമ്മളിവിടെ ആണെങ്കിൽ ഈ ലൈനിൻ്റെ ഇവിടേക്ക് മാറിയിട്ട് വേണമെങ്കിൽ ഒരു XX ലൈനിന് എന്ത് ചെയ്യാം, ഒരു സെക്ഷൻ ലൈൻ വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പുറം വരച്ചാലും മതി, നേരെ ഇവിടെ വരച്ചാലും മതി. ഓക്കെ, ഇവിടെ വരച്ചാലും മതി. എന്ത് ചെയ്യാം, ആ ഒരു പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഈ പറഞ്ഞ പോലെ ഈ 2 kN 1.5 kN വരുന്നത്. സോ നമുക്ക് അവിടെ എന്തായിരിക്കും വരിക, അതിൻ്റെ സമ്മായിട്ടുള്ള 3.5 kN തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 പോയിൻറ്റിലുള്ള ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടി. ഷിയർ ഫോഴ്സ് അറ്റ് സിയും ബിയും എയും കിട്ടി. അപ്പോൾ 1.5ഉം 3.5ഉം 3.5ഉം അല്ലെങ്കിൽ kN ആണ് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ച് നമുക്കിവിടെ നമ്മുടെ എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് ഡയഗ്രം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? അതായത് ഒന്നുമില്ല,
നമ്മൾ നേരത്തെ നീട്ടി വരച്ച ലൈൻസ് ഉണ്ട്. ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അല്ലേ, ഈ ഒരു ലൈന്, ഈ ഒരു ലൈന്, ഈ ഒരു ലൈന്. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസ് ലൈൻ നമ്മളിവിടെ വരയ്ക്കാം. നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുന്ന റെഫറൻസ് ലൈൻ വരയ്ക്കാം. ശേഷം നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടിയിട്ടുണ്ടായിരുന്നത് 1.5 ആണ്. നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനിൽ നിന്ന് മേലോട്ടായിരിക്കും പോസിറ്റീവ് വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഏകദേശം ഒരു കുറച്ച് പോയിൻ്റ് മാറി ഇവിടെ ഒരു 1.5 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി കിട്ടിയിട്ടുണ്ടായിരുന്നത് 3.5 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുമ്പോൾ ഈ ലൈനാണ്. സോ എന്ത് ചെയ്യാം, ആ ലൈനിൽ നമ്മൾ ഏകദേശം എന്ത് ചെയ്യുക, ഇത്രയും വരുന്ന 1.5 ആണെങ്കിൽ എന്ത് ചെയ്യുക, 3.5 അതനുസരിച്ചുള്ള പ്രൊപ്പോർഷൻ എന്ത് ചെയ്യാം, മേലോട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ഷിയർ ഫോഴ്സ് അറ്റ് എയും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, അതും നമുക്ക് 3.5 ആണ് കിട്ടിയത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലൈൻ എന്ത് ചെയ്യാം, ഈ ലൈനോട് നേരെ പാരലായിട്ടുള്ള പോയിൻ്റ് തന്നെ ആയിരിക്കും. കാരണം ഇതെന്താണ്, ഇതും 3.5 ആണ്, ഇതും 3.5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 3.5 അവിടെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, കിട്ടിയ പോയിൻറ്റ്സിലേക്ക് എന്ത് ചെയ്യുക, ഈ ലൈനിൽ നിന്ന് നമ്മൾ ലൈൻസ് പ്രൊജക്റ്റ് ചെയ്യുക. ആദ്യം ഈ പോയിൻറ്റിലേക്ക് പോവുക. ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പാടില്ല. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടല്ല പോകേണ്ടത്. എന്ത് ചെയ്യണം, ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട് ഈ പ്രൊജക്റ്റ് ലൈൻസിലേക്ക് നീങ്ങുക. ഇങ്ങോട്ട് നീങ്ങുക. ശേഷം നമ്മൾ ആ പ്രൊജക്റ്റ് ലൈനിൽ കിട്ടിയുള്ള ഷിയർ ഫോഴ്സിലേക്ക് പോവുക. ഇങ്ങോട്ട് പോവുക. ശേഷം ഇവിടുന്ന് വീണ്ടും ഈ പോയിൻറ്റിലേക്ക് വരിക. ഓക്കെ, ഈ പോയിൻറ്റിലേക്ക് വരിക. ശേഷം ലാസ്റ്റ് നമ്മുടെ ഈ ബേസ് ലൈനിൻ്റെ താഴേക്കാണ് വരിക. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് പ്രോബ്ലം പ്രകാരമുള്ള ലോഡ് അനുസരിച്ചുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇതാണ്. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ ബീമിൽ പോയിൻ്റ് ലോഡ്സ് വരുമ്പോൾ എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാൻ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്കിനി ഇതേപോലെ തന്നെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റും ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണമെങ്കിൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ എ ബി സി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കാണാം. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കാണാം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് സി എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടില്ല. ഡിസ്റ്റൻസ് എന്തായിരിക്കും, ലോഡ് 1.5 കിട്ടും. പക്ഷേ ഡിസ്റ്റൻസ് എന്തായിരിക്കും, 0 ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, നമുക്കവിടെ 0 തന്നെയായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുക. സോ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ 0 kN ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി കാണാം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി കാണാനുള്ള ഒരു എളുപ്പ വഴിയാണ്, ഒരു മെത്തേഡാണ്. നമ്മൾ ഓൾറെഡി ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്കവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലേ, നമുക്ക് ഈ ഒരു ഷേപ്പിലായിരുന്നു ഷിയർ ഫോഴ്സ് ഡയഗ്രം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഇവിടെ എ, ഇവിടെ ബി, ഇത് സി അല്ലേ. അതായത് 1.5, ഇത് 1.5, ഇത് 3.5, ഇതും 3.5. ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇത് 1 മീറ്റർ ആണല്ലേ. കാരണം ഇവിടം വരെ 1 മീറ്റർ. ടോട്ടൽ 1.5 ആണ്. ഇത് 0.5 ആണെങ്കിൽ ഇത് 1 മീറ്ററും ഇത് ബാക്കി 0.5 മീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. അത് 1 മീറ്ററും പിന്നെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്, അത് 0.5 മീറ്ററിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി കാണാൻ ഒരു മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി കാണാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഭാഗമല്ലേ, അതായത് ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വരുന്ന ഈ ഒരു ഏരിയ അല്ലേ, ഞാൻ ഇപ്പം യെല്ലോ കളറിൽ കാണിച്ചുള്ള ഈ ഒരു പോർഷനില്ലേ, അതായത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി. അതായത് സിയും ഈ സിയും ഇവിടെ കാണുന്ന സിയും ഈ ബിയും. അതായത് ബെൻഡിങ് മൊമെൻ്റ് നമ്മൾ കാണാൻ പോകുന്ന ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ആണ്. നമ്മൾ ഓൾറെഡി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കണ്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി കാണാനായിട്ട് എന്ത് ചെയ്യുക, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഈ ഏരിയയ്ക്ക് ഈക്വലായിരിക്കും. ഓക്കെ, അതായത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ
ഓക്കെ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായിരിക്കും? നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായിരിക്കും? ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ ബി ആൻഡ് സി. അപ്പോൾ ഇങ്ങനെ എഴുതാം, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ബി എം സി മൈനസ് ബി എം അറ്റ് ബി ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അല്ല, ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ ഏതൊക്കെയായിരിക്കും? ഈ ബിയും സിയും. ഈ ബിൻ്റെയും സിൻ്റെ ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ബി എം അറ്റ് സി മൈനസ് ബി എം അറ്റ് ബി കിട്ടും. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാണാം? എളുപ്പമല്ലേ? അതായത് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് അല്ലേ? ബിൻ്റെയും സിൻ്റെ ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈ ഭാഗമാണ്. നമ്മൾ അതിൻ്റെ ഏരിയ കാണിട്ട് എന്ത് ചെയ്യുക? നമുക്ക് അതിൻ്റെ നീളവും വീതിയും അറിയാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാനായിട്ട് ഇവിടെ നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറയുന്നത് 1.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ആ കാണുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഈ ഹൈറ്റ് എത്ര ആയിട്ട് എടുക്കുക? 1.5 ആയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ഈ ലെങ്ത്ത് അറിയാം. ലെങ്ത്ത് എത്രയാണ്? അത് 0.5 ആണ്. അപ്പോൾ നമ്മുടെ ഫിഗറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? 0.5 മീറ്ററാണ് അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് 0.5 മീറ്റർ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 1.5 ഇൻറ്റു 0.5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ ബി ആൻഡ് സി കിട്ടും. അതായത് ബി എം സി മൈനസ് ബി എം അറ്റ് ബി ഈക്വൽ ടു എന്ത് കിട്ടും? 1.5 ഇൻറ്റു 0.5 ചെയ്താൽ നമുക്ക് 0.75 കിട്ടും. ഓക്കെ. 1.5 ഇൻറ്റു 0.5 ചെയ്താൽ നമുക്ക് 0.75 കിട്ടും. അപ്പോൾ നമുക്ക് ബി എം സി മൈനസ് ബി ഈക്വൽ ടു 0.75 ആണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള ഇതാണ്. നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ആണ് കാണേണ്ടത് അല്ലെ? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി കാണും. എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി അവിടെ നിർത്തുക. അതായത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വന്നുള്ളത് ബെൻഡിങ് മൊമെൻ്റ്. ഓക്കെ. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു നമുക്ക് 0.75 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു എന്ത് ചെയ്യാം? മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു നമുക്കിവിടെ ഈക്വൽ ടു അപ്പുറം 0.75 ഉണ്ട്. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി അപ്പുറത്തേക്ക് പോകുമ്പം മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ആയിട്ട് മാറും. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ദെയർഫോർ നമുക്ക് ഈ മൈനസിന് എന്ത് ചെയ്യണം? പ്ലസ് ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യാം? ദെയർഫോർ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു ഇതിന് ഇവിടെ മൈനസിന് ഇവിടെ പ്ലസ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുത്തെ 0.75 എന്തായിട്ട് മാറും? മൈനസ് 0.75 ആയിട്ട് മാറും. കാരണം എന്താണ്? നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എത്ര കിട്ടിയിട്ടുണ്ട്? നേരത്തെ 0 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 0.75 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0.75 തന്നെയാണെങ്കിൽ സംശയമില്ല. ഇനി എന്ത് ചെയ്യും? മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു 0.75 ആണെങ്കിൽ പ്ലസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്തായിരിക്കണം? മൈനസ് 0.75 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സിയിലെയും ബിയിലെയും ബെൻഡിങ് മൊമെൻ്റ് കിട്ടി. സിയിൽ 0, ബിയിൽ മൈനസ് 0.75 കിട്ടി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ കാണണം. ഓക്കെ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ കാണണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ കാണാനായിട്ട് എന്ത് ചെയ്യാം? സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ. അതായത് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഉണ്ടല്ലേ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. ഇവിടെ പോയിൻ്റ് എ, പോയിൻ്റ് ബി, ഇത് പോയിൻ്റ് സി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഏരിയ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എടുത്തു. എന്ത് ചെയ്യാം? നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഈ എക്കും ബിക്കും ഇടയിലുള്ള ഏരിയ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇങ്ങനെ എഴുതിയാൽ മതി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി അല്ലേ? ഇതാണ് ബി, ഇത് എ, ഇത് സി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു എന്തായിരിക്കും? ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ അല്ലേ? ബിറ്റ്വീൻ എന്തായിരിക്കും? എ ആൻഡ് ബി. എ ആൻഡ് ബിക്ക് ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഏരിയ നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്? മൈനസ് 0.75 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 0.75 മൈനസ് പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ നമ്മൾ കാണാൻ പോകണം. നമുക്ക് അറിയില്ല. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ
ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഹാച്ച് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ കാണാം. എങ്ങനെ കാണാം? നമുക്കിതിൻ്റെ ഹൈറ്റ് 3.5 എടുക്കുക. കാരണം നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് എത്തിയ എത്ര കിട്ടിയിട്ടുണ്ട്? 3.5 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ലെങ്ത് എത്രയാണ്? 1 മീറ്ററാണ്. അപ്പോൾ 3.5 ഇൻറ്റു 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3.5 തന്നെ കിട്ടും അല്ലേ? ഇനി എന്ത് ചെയ്യുക? ദെയർഫോർ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ കാണാം. എങ്ങനെ കാണാം? ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ ഇവിടെ മൈനസ് ചേർക്കണം. മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു ഇപ്പുറത്ത് 3.5 ഉണ്ട്, ഈക്വൽ ടു അപ്പുറം 3.5 ഉണ്ട്. എന്ത് ചെയ്യാം? നമുക്ക് ഈ -0.75 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത് +0.75 ആയിട്ട് മാറും അല്ലേ? +0.75 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് 3.5ഉം അതുപോലെ 0.75 കൂട്ടി നമുക്ക് 4.25 കിട്ടും. 4.25 കിട്ടും. ശ്രദ്ധിക്കണം, മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ആണ് 4.25. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ നേരെ ചെയ്ത പോലെ തന്നെ പ്ലസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്തായി മാറും? -4.25 കിലോ ന്യൂട്ടൺ മീറ്ററായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എയും ബിയും സിയിലുമുള്ള ബെൻഡിങ് മൊമെൻറ്റുകൾ കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്കിത് ഉപയോഗിച്ച് BMD വരയ്ക്കാം, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കാം. നേരെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ ലൈൻസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക. ഓരോ പോയിൻറ്റ്സിലെ ലൈൻസും പ്രൊജക്റ്റ് ചെയ്യാം. ശേഷം ഒരു ബേസ് ലൈൻ വരയ്ക്കാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയുള്ള വാല്യൂസ് മാർക്ക് ചെയ്യാം. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കിട്ടിയുള്ളത് 0 ആണ് അല്ലേ? അത് 0. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി കിട്ടിയുള്ളത് -0.75. അപ്പോൾ എന്ത് ചെയ്യണം? മേലേക്ക് മാർക്ക് ചെയ്താൽ പ്ലസ് ആണ് അല്ലേ? ഈ ലൈനിൻ്റെ മേലേക്ക് മാർക്ക് ചെയ്താൽ പ്ലസ് ആണ്. അപ്പോൾ മൈനസ് ആകുമ്പോൾ താഴേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് എ, ഇത് ബി, ഇത് സി. ഇപ്പോൾ സിയിൽ 0 മാർക്ക് ചെയ്ത് അതിൻ്റെ അർത്ഥം ഈ പോയിൻ്റ് തന്നെയാണ് 0 വരിക. പിന്നെ ബിയിൽ വരിക -0.75 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? താഴേക്ക് കുറച്ച് മാറിയിട്ട് -0.75 മാർക്ക് ചെയ്യുക. പിന്നെ എയിൽ കിട്ടിയുള്ളത് -4.2. അപ്പോൾ ഇതിന് അളവുകളൊന്നും പ്രത്യേകിച്ചില്ല. നമ്മൾ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് അളവിൽ എന്ത് ചെയ്യാം? താഴേക്ക് ഒരു പ്രൊപ്പോർഷനിൽ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എയിൽ എന്ത് ചെയ്യണം? എയിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ -4.25 ഇപ്പോൾ താഴെയായിട്ട് -4.25 മാർക്ക് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക? നമ്മൾ ലൈൻസ് ഇവിടുന്ന് ഇതിലേക്ക് ലൈൻ മീറ്റ് ചെയ്യുക, അവിടുന്ന് ഇതിലേക്കും ലൈൻ മീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 0 ഈ പോയിൻറ്റിലേക്കും അവിടുന്ന് 4.25 മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 7 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ ദാറ്റ് പോയിൻറ്റ്സ് എടുക്കുമ്പോഴുള്ള ആ ഒരു മെത്തേഡ് കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തെറ്റിപ്പോകേണ്ട ആൻസർ ചെയ്യാൻ പറ്റും. പ്ലസും മൈനസൊക്കെ മാറിപ്പോകേണ്ട നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.